VS-നെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗമുണ്ടായെന്ന പിരപ്പൻകൂട മുരളിയുടെയും ജി സുധാകരന്റെയും പരാമർശം യാഥാർത്ഥ്യമാണെന്ന് കരുതുന്നില്ല എന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. പാർട്ടിക്കുള്ളിൽ എല്ലാത്തരം ചർച്ചകളും നടക്കും. അത് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാതിരിക്കലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ശൈലി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ചയുണ്ടായതായി പാർട്ടി തന്നെ വിലയിരുത്തിയിരുന്നുവെന്നും കൃഷ്ണദാസ് പറഞ്ഞു. അതൊരു ശരിയായിട്ടുള്ള വിലയിരുത്തലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സഖാവ് പിരപ്പൻകോട് മുരളി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കാതിരിക്കുന്നതിന്റെ കാരണം ജി സുധാകരനാവട്ടെ, പിരപ്പൻകോട് മുരളി ആവട്ടെ, ആരോ ആവട്ടെ, ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ LDF പ്രവർത്തകര് ഇവിടെ ഞങ്ങൾ തോറ്റോട്ടെ, അവിടുത്തെ സ്ഥാനാർത്ഥി ഇവിടെ ഞാൻ തോറ്റോട്ടെ എന്ന് ഏതെങ്കിലും സ്ഥാനാർത്ഥി വിചാരിക്കൂ. 140 മണ്ഡലത്തിൽ വെവ്വേറെ സ്ഥാനാർത്ഥികളായിരുന്നല്ലോ. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി യോഗങ്ങൾ, കമ്മിറ്റിയുടെ വളരെ വിപുലീകൃതമായിട്ടുള്ള ഒരു യോഗമാണ് സമ്മേളനം. ആ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചില രീതികളും സമ്പ്രദായങ്ങളും ഉണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യം ശീലിക്കേണ്ട ഒരു കാര്യം പാർട്ടി ഘടകങ്ങളിൽ നടന്ന ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള വിമർശനങ്ങളോ പൊതുസമൂഹത്തോട് പറയാതിരിക്കുക എന്നുള്ളതാണ്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, വർഷങ്ങൾക്ക് ശേഷം പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് വീണ്ടും ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം അത് ചർച്ചയിലേക്ക് വരുന്നത്. അതിനെ തള്ളിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയൊക്കെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ് NN കൃഷ്ണദാസിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം? അദ്ദേഹവും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണോ പറയുന്നത്? പൂർണ്ണമായി അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലല്ല അദ്ദേഹം പറയുന്നത്. NN കൃഷ്ണദാസ് ഈ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത് പലതരത്തിലുള്ള ചർച്ചകൾ പാർട്ടിക്കകത്ത് നടക്കും, പക്ഷെ അതൊന്നും പുറത്ത് പറയുക എന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നുള്ളതാണ്. അങ്ങനെ നടന്നിട്ടില്ല. അത്തരം ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന ഒരു പ്രയോഗം VS-നെതിരെ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല എന്ന് അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കും, അത് പുറത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് രീതി എന്നുള്ളതാണ്. അതോടൊപ്പം മാരാരിക്കുളത്തെ തോൽവിയിൽ VS-ന് വലിയ വേദന ഉണ്ടായിരുന്നു. അന്ന് ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന പാർട്ടി തന്നെ അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ ബോധപൂർവം തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് താൻ കരുതുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. സുധാകരന്റെയും പിരപ്പൻകോട് മുരളിയുടെയും ചില പ്രസ്താവനകൾ അത് വാസ്തവ വിരുദ്ധമാണ് എന്നതാണ് കരുതുന്നത് എന്നും സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ NN കൃഷ്ണദാസ് പറയുകയാണ്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ പങ്കുവച്ചത് പാലക്കാട് നിന്ന്.